പുറം തിരിഞ്ഞു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഉമ്മൻചാണ്ടി ചിത്രങ്ങൾ നിങ്ങൾ കൂടുതൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് പകരം അദ്ദേഹത്തിന്റെ കല്ലറ കഥകൾ കൂടുതൽ കേൾക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വീട്, വിശ്വാസം, പേഴ്സണൽ സ്പേസ് ഇവയ്ക്കെല്ലാം സമൂഹത്തിൽ വിമർശനാതീതമായ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇത്തരം ഇമ്മ്യൂണിറ്റികളെ ഉപയോഗിച്ച് നടത്തുന്ന പ്രതിച്ഛായ നിർമ്മാണത്തിനെ പൊതുവിൽ വിളിക്കുന്ന, ആ പ്രൊപ്പഗണ്ടയെ വിളിക്കുന്ന പേരാണ് ഹ്യൂമനൈസേഷൻ. ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്നല്ലേ? തന്റെ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയക്കാരനായിരുന്ന, ജനപ്രതിനിധിയും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ മരണശേഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ ഹ്യൂമനൈസേഷൻ പ്രൊപ്പഗണ്ടയ്ക്ക് വിധേയമാക്കുന്നതായിട്ടാണ് കാണുന്നത്. പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്തൊരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന് ഞാൻ പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് പലരും എന്നെ തെറി വിളിച്ചേക്കാം. ഇത് 2016 ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒരു പത്രസമ്മേളനമാണ്. ശ്രീ കെ കരുണാകരൻ രാജിവെച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളൊക്കെ മാധ്യമങ്ങളിലുള്ളതല്ലേ? നിങ്ങൾ അന്നത്തെ കാലത്ത് ഏതെങ്കിലും എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങളൊന്നും എടുത്തില്ല. കേട്ടല്ലോ, ചാരക്കേസും കരുണാകരൻ രാജിവെച്ചതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും താൻ കരുണാകരൻ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല എന്നാണ് ഇപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇതേ ഉമ്മൻചാണ്ടി ചാരക്കേസ് സമയത്ത് ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതുകൂടെ നമുക്ക് കേൾക്കാം. ഹൈക്കോടതി വിധി മൂലം കോൺഗ്രസിനും മുന്നണിക്കും ഗവൺമെന്റിനും വിശ്വസനീയത വളരെയധികം ചോർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. കരുണാകരനെ കുറ്റപ്പെടുത്തിയില്ലത്രേ. മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനെ ചാരമുഖ്യൻ എന്ന മുദ്രകുത്തി കേരളം മുഴുവൻ പ്രചരണം നടത്തി അവസാനം രാജിവെപ്പിച്ച സംഘത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ഒരു ബന്ധവുമില്ല. അന്ന് ചാനലുകളോ ശരി, അത് അന്ന്, അതായത് 1995 ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു ഇപ്പൊ പറഞ്ഞ ഈ നുണ. അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞ അതേ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ പോയി ഉമ്മൻചാണ്ടി തന്നെ കൊടുത്ത അഭിമുഖത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത്. എജ്ജാതി നുണ. ഇതുപോലുള്ള കളവുകൾ എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ നുണ പരിശോധനയിൽ നിന്നും തടി തപ്പിയ ഉമ്മൻചാണ്ടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നുണ പരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജുഡീഷ്യൽ കമ്മീഷണർ ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകന്റെ ചോദ്യം ഇങ്ങനെ: ബിജു രാധാകൃഷ്ണൻ നുണ പരിശോധനയ്ക്ക് തയ്യാറാണ്. സത്യം തെളിയിക്കാൻ മുഖ്യമന്ത്രി അത്തരമൊരു നുണ പരിശോധനയ്ക്ക് തയ്യാറുണ്ടോ? ഈ നുണ പരിശോധനയ്ക്ക് സമ്മതിക്കാതിരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച കാരണമായിരുന്നു അതിലും കോമഡി. നമ്മളൊരു തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യം നമുക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരാൾക്ക് പോലും സംശയമില്ല. വിനയന്തൻ അതായത് പുള്ളി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് നുണ പരിശോധനയ്ക്ക് പുള്ളി ഇല്ലാന്ന്. കേട്ടോ,